നമസ്കാരം സാർ. നമസ്കാരം. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മള് 15 വരെയാണ് എടുത്തത്, അതോ 16 എടുത്തായിരുന്നു? 16 എടുത്തായിരുന്നു സാർ. ഇനിയും 17. ഇനിയും 17. പഞ്ചമസ്കന്ധം 1-ാം അധ്യായം ശ്ലോകം 17 മുതൽ ആരംഭിക്കുന്നു. 16 വരെ കഴിഞ്ഞ ദിവസം എടുത്തു. ഭയം പ്രമത്തവനേഷ്വവിഫ്യാത് യതഃ ഫഹഷത്സപത്നാം ജിതേന്ദ്രിയഫ്യാത്മരവേർബുധഫ്യ ഗൃഹാശ്രമം കിന്നു കരോത്യപദ്യം. ഭയം പ്രമത്തഫ്യ, മതിച്ചു നടക്കുന്നവന്, എങ്ങും ഉറയ്ക്കാത്തവന്, വിഷയങ്ങൾ തോറും മതം കൊണ്ട് ഇടകി സഞ്ചരിച്ചു നടക്കുന്നവന്, വനേഷു അഭിസ്യാത്, വനങ്ങളിൽ പോലും ഭയം സ്യാത്, ഭയം ഉണ്ടാകാം. വനേഷ്വപി ഭയം സ്യാത്, പ്രമത്തന് വനങ്ങളിൽ പോലും ഭയം ഉണ്ടാകാം. യതഃ എന്തെന്നാൽ ഫ ആസ്തേ, അവൻ ഇരിക്കുന്നത്, ഫഹ സപത്ന, 6 ശത്രുക്കളൊപ്പം. സപത്ന എന്നത് ശത്രു. സപത്നി എന്നുള്ള വാക്കിൽ നിന്ന് ഉണ്ടായതാണ് സപത്ന, ശത്രുത എന്നാണ് വാക്കിന്റെ അർത്ഥം. ഷട്ട് സപത്ന, 6 ശത്രുക്കളോടൊപ്പമാണ് അവൻ ഇരിക്കുന്നത്. അതുകൊണ്ട് അവന് ഭയം എപ്പോഴും ഉണ്ടാകാം. ഭയം പ്രമത്തസ്യ വനേഷ്വഭിഷ്യാത്. എങ്ങനെ? ജിതേന്ദ്രിയഫ്യാം ആത്മരതേഹ ബുധഫ്യാം ഗൃഹാശ്രമ കിന്നു കരോത്യപദ്യം. ജിതേന്ദ്രിയഫ്യാം ആത്മരതേഹ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ആത്മാവിൽ രതിയുള്ളവനുമായ ബുധഫ്യ, ബുധന്, പണ്ഡിതന്, ഗൃഹാശ്രമ കിന്നു കരോതി അവദ്യം. ഗൃഹാശ്രമം കിന്നു അവദ്യം കരോതി, എന്തു ദോഷത്തെയാണ് ചെയ്യുന്നത്? അവദ്യം ച ദോഷം. എന്തു ദോഷത്തെയാണ് ചെയ്യുന്നത്? കിന്നു ദോഷം കരോതി. അതുകൊണ്ട് വീട് വിട്ടിറങ്ങി ശത്രുക്കളെ പിടിച്ച് വനാന്തരങ്ങളിൽ പോയി ഒളിച്ച് താപസവൃത്തി അനുഷ്ഠിച്ച് താമസിക്കുന്ന ഒരാൾക്കും ഈ 6 ശത്രുക്കൾ കൂടെ ഉണ്ടാവും. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇവരൊക്കെ കൂടെ ഉണ്ടാകും. അവരെ കൊണ്ട് ദുഃഖിക്കാനേ പറ്റൂ. ഒന്നും ഇന്ദ്രിയ ജയമൊക്കെ ജയിച്ച് എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി നിർത്തി തന്റെ ആത്മാവിൽ തന്നെ രമിച്ചിരിക്കുന്ന ഒരു ബുധനെ ഏത് ഗൃഹസ്ഥാശ്രമമാണ് ദോഷം ഉണ്ടാക്കുന്നത്? ഒരിക്കലും ഉണ്ടാക്കില്ല. കാട്ടിൽ പോകണമെന്നില്ല, വീട്ടിലിരുന്നാൽ മതി.
പക്ഷെ ഈ 6 ശത്രുക്കളെ ജയിക്കണം, വീട്ടിലിരുന്നാലും കാട്ടില്ലാലും. അത് ജയിക്കാത്തവർക്ക് പിന്നെ എന്താണ്? അതുകൊണ്ട് ഇതാണ് ആദ്യം ചെയ്യേണ്ടത് അർത്ഥം. എത്ര കാടുതോറും സഞ്ചരിച്ചാലും നരകഭയം വിട്ടുപിരിയില്ല. ആ പേടി കൂടി ഉണ്ടാവും. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും 6 ഇന്ദ്രിയങ്ങളും അവന്റെ കൂടെ ഉണ്ടാകും. ഏത് വനത്തിൽ പോയാലും ഭഗവത് ഭക്തി ഉള്ളവനാണെങ്കിൽ ഏത് നാട്ടിൽ പോയാലും ഏത് വീട്ടിൽ പോയാലും ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് ഒരു വിദ്വാനായ ഒരാൾ ഏത് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നാൽ എന്താ ദോഷം? ഒരു ദോഷമില്ല. അതുകൊണ്ട് സംസാര നിവൃത്തി ഉണ്ടാക്കണമെങ്കിൽ ഉപേക്ഷിക്കേണ്ടത് വീടും അല്ല, പിന്നെ എന്താണ്? 6 ശത്രുക്കളെയാണ് ഉപേക്ഷിക്കുക. എങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ എന്ന് ബോധ്യപ്പെടുത്തുക. ഭയം പ്രമത്തവ്യവനേഷ്വപിഷ്യാത് യഥസ്വാസ്തേ ഫഹഷത്സ്വപത്നാം ഇതേന്ദ്രിയേഷ്യാത്മരതേർബുധസ്യ ഗൃഹാശ്രമക്കിത്നുകരോത്യവത്യം. ഇവിടെ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാത്തത് തനിക്ക് ഭഗവത് ഭക്തിക്ക് തടസ്സമുണ്ടാക്കും എന്ന് കരുതിയാണ് എന്ന് വിചാരിച്ചാണ് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്ന ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചാൽ ഒരു ദോഷവും ഉണ്ടാവില്ല. കാരണം എന്ത് ചെയ്യണം? ഇന്ദ്രിയ നിഗ്രഹം ഉള്ളവനെ ഏതാശ്രമത്തിൽ ഇരുന്നാലും ഒരു ദോഷവും ഉണ്ടാവില്ല. ഭയം പ്രമത്തവ്യവനേഷ്വപിഷ്യാത്മരതേർബുധസ്യ ഗൃഹാശ്രമക്കിന്നുകരോത്യപത്യം. ഷട്സപത്നാൻ വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യയതേതപൂർവം അധ്യേതി ദുർഗാശ്രിത ഊർജിതാരീൻ ക്ഷുണ്ണേഷു കാമും വിചരേത് വിപശ്ചിത്. യാതൊരുവൻ ഷട്സപത്നാൻ 6 ശത്രുക്കളെ വിജിഗീഷമാണ് വിജയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വിജിഗീഷമാണ് ഗൃഹേഷു നിർവിശ്യ ഗൃഹത്തിൽ പ്രവേശിച്ചിട്ട് യഥേത പൂർവം യഥേത ആദ്യം ഗൃഹസ്ഥാശ്രമത്തിൽ കടന്നാൽ യത്നിക്കേണ്ടത് 6 ശത്രുക്കളെ ജയിക്കാൻ. അത്യേതി അതിക്രമിക്കുന്നു. ദുർഗാശ്രിത ഊർജിത അരീൻ ദുർഗത്തെ ആശ്രയിച്ചവൻ ഊർജിതന്മാരായ ശത്രുക്കളെ ക്ഷീണേഷു കാമം വിചരേത് വിപശ്ചിത്. ദുർഗാശ്രിതനായ ഒരാൾക്ക് ഊർജിതന്മാരായ ശത്രുക്കളെ അത്യേതി അതിക്രമിക്കാം. നല്ല കോട്ടകളും കിടങ്ങുകളും മതിലുകളും ഒക്കെ ധാരാളം ഉണ്ടാക്കി അതിലിരുന്ന് രാജ്യം ഭരിക്കുന്ന ഒരു രാജാവിന് ശത്രുക്കളെ ഭയക്കേണ്ട ആവശ്യമില്ല. എത്ര ഊർജിതന്മാരായ ശത്രുക്കളാണെങ്കിലും ഈ 7 കിടങ്ങുകൾ കയറി ഇറങ്ങി മുകളിൽ വരണമെങ്കിൽ ദിവസങ്ങളോളം പിടിക്കും. 7 കിടങ്ങിലും ഇവരെ എന്താണ് കണ്ടുമുട്ടി യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനുള്ള യോദ്ധാക്കളെ നിർത്തിയിട്ടുണ്ട്. ഇനിയും കിടങ്ങ് മാത്രമല്ല, കോട്ടയും ഉണ്ട്. അത്രയും വലിയ കോട്ട. അപ്പൊ ഒരു കിടങ്ങ് കയറി ഇറങ്ങി അത്രയും കോട്ടയും കയറി അടുത്തയിലേക്ക് ഇറങ്ങി ഇത്രയും കഷ്ടപ്പെട്ട ഒരാൾക്ക് മാത്രമേ രാജാവിനെ നേരിടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഊർജിതമായ ശത്രുക്കളുള്ള രാജാവാണെങ്കിലും കിടങ്ങുകൾ ഉണ്ടെങ്കിൽ അതിനെ അതിക്രമിക്കാൻ കഴിയും രാജാവ്. ക്ഷീണേഷു കാമം വിചരേത് വിപശ്ചിത്. അവൻ ക്ഷീണിതനായിരിക്കുമ്പോൾ അറിവുള്ളവൻ കാമം വിചരേത് യഥേഷ്ടം സഞ്ചരിക്കണം. ശത്രുക്കൾ ക്ഷീണിച്ചു എന്ന് കണ്ടാൽ ഒരു ഭയവും ആവശ്യമില്ല. ദുർഗങ്ങളിലോ രാജധാനിയിലോ എവിടൊക്കെ വേണമെങ്കിൽ പോയി വസിച്ചാലോ ദോഷമില്ല. അതുപോലെയാണ് അറിവുള്ള ഒരാൾ ഈ രാജാവിനെ പോലെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ആഗ്രഹിച്ച് ഏത് ഗൃഹസ്ഥാശ്രമത്തിൽ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അവിടെ എല്ലാ ഭോഗങ്ങളും
എന്താണ് ആശ്രയിച്ചുകൊണ്ട് കഴിയുകയാണെങ്കിലും ഭക്തിയെ ആശ്രയിച്ചിട്ടാണെങ്കിൽ അവയുടെ ഫലത്തെ കുറയ്ക്കാൻ പരിശ്രമിക്കുക തന്നെ ചെയ്യണം. ഇന്ദ്രിയങ്ങളുടെ ശക്തി കുറഞ്ഞു എന്ന് കണ്ടാൽ പിന്നെ ഗൃഹത്തിലോ വനത്തിലോ എവിടെ വേണമെങ്കിലും പോകുന്നു. ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ശക്തി കുറഞ്ഞു എന്ന് കണ്ടാൽ ഈ വിഷയങ്ങളാകുന്ന 6 ശത്രുക്കളെ ഭയക്കേണ്ട ആവശ്യമില്ല. ഈ രാജാവിനെ പോലെ അവിടെ ഇരിക്കാം. പക്ഷെ ആ ഒരു കോട്ട ഇല്ലെങ്കിൽ, ആ ഒരു കിടങ്ങില്ലെങ്കിൽ ഭയക്കണം, എപ്പോഴും ശത്രുക്കളെ ഭയക്കണം. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നാൽ പോലും അപകടങ്ങൾ ഏറെ ഉണ്ടാകും. ഗൃഹസ്ഥാശ്രമം വിട്ട് കാട്ടിൽ പോയി എല്ലാം ഉപേക്ഷിച്ച് തപസ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഈ 6 പേര് എപ്പോഴും കൂടെ ഉണ്ടാകും. അവരെ ജയിക്കാതെ ഒരിക്കലും അയാൾക്ക് ഭയനിർമോചനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമം ഒരു അപകടമല്ല, ദോഷമല്ല. ഗൃഹസ്ഥാശ്രമത്തേക്ക് കടക്കുന്നതിന് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് സുഖഭോഗങ്ങളും അനുഭവിക്കാം, പക്ഷെ ഇന്ദ്രിയങ്ങളെ എന്ത് ചെയ്യണം? തന്റെ പാട്ടിന് ആക്കണം. അവയുടെ പാട്ടിനെ വിടരുത്. തന്റെ വരുതിയിൽ നിർത്തിക്കൊണ്ട് എന്തും അനുഭവിച്ചു ഒരു കുഴപ്പമില്ല. യക്ഷത്സപത്നാൻ വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യേതേതപൂർവം അത്യേതി ദുർഗാസിതൗർജിതാരിം ക്ഷീണേഷു കാമം വിചരേത് കശ്ചിത്. യക്ഷത്സപത്നാൻ വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യേതേതപൂർവം അത്യേതി ദുർഗാസിതൗർജിതാരിം ക്ഷീണേഷു കാമം വിചരേത് കശ്ചിത്. ത്വം ത്വബ്ജനാഭംഘിഫലോചഘോഷദുർഗാശ്രിതോ നിർജിതഷഡ്സപത്നാം ഭുങ്ക്ഷേവ ഭോഗാൻ പുരുഷാതിരിഷ്ടാൻ വിമുക്തഭംഗ പ്രകൃതിം ഭജസ്വം. ത്വം അങ്ങാകട്ടെ, ത്വം തു അബ്ജനാഭ അംഘ്രി ഫരോജകോശദുർഗാശ്രിതോ. അബ്ജനാഭന്റെ നാഭിയിൽ അബ്ജമുള്ളവനായ ഭഗവാന്റെ, പത്മനാഭൻ എന്ന് പകരം പറഞ്ഞ വാക്കാണ് അബ്ജനാഭൻ. അബ്ജനാഭന്റെ അംഘ്രി പാദങ്ങളാകുന്ന ഫരോജകോശം, താമരമൊട്ട്. അംഘ്രി ഫരോജകോശ, താമരമൊട്ടാകുന്ന ദുർഗത്തെ ആശ്രയിച്ചാൽ നിർജിത ഷഡ്സപം, ഈ 6 ശത്രുക്കളെ ജയിക്കാൻ പറ്റും. നീ ആകട്ടെ സാധാരണ രാജാക്കന്മാരെ ശത്രുക്കളെ ജയിക്കാൻ വേണ്ടി കോട്ടകളെ ആശ്രയിച്ചോട്ടെ. നീ ആശ്രയിക്കുന്ന കോട്ട എന്താണ്? ആന്തര ശത്രുക്കളെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന രാജാവാണ് നീ എന്നുള്ളത് കൊണ്ട് ബാഹ്യ ശത്രുക്കളെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന രാജാവല്ല നീ. അതുകൊണ്ട് ശ്രീ ഭഗവാന്റെ പാതാരവിന്ദമാകുന്ന ആ മുട്ടിന്റെ അകത്താണ് നീ ഇരിക്കുന്നത്. നിന്നെ പരീക്ഷിക്കാൻ ഈ ഭഗവാന്റെ പാദപങ്കജങ്ങളാകുന്ന മുട്ടിന്റെ ചുറ്റുമുള്ള എത്ര താമര ദളങ്ങളാണ്. ഇതിനെ അതിക്രമിച്ച് ഒരാൾക്കും അകത്തോട്ട് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ താമരമുട്ടിൽ അകപ്പെട്ടിരിക്കുന്ന വണ്ടിന് ബാഹ്യഭയം ഇല്ലാത്തതുപോലെ ശീതം, ഉഷ്ണം ആദിയായ ദുഃഖങ്ങൾ ഈ വണ്ടിനെ ആശ്രയനെ ബാധിക്കില്ല. കാരണം വണ്ട് താമരമൊട്ടിൽ സുനിക്ഷിപ്തനാണ്. ബാഹ്യമായ ഒരു ശത്രുക്കളെയും ശീതോഷ്ണങ്ങളെയൊന്നും അതിനെ ഭയക്കേണ്ട ആവശ്യമില്ല. അതുപോലെയാണ് നീയും ഭഗവത് പാദകമലത്തെ ആശ്രയിച്ചിരിക്കുന്നവനാണ് എന്നുള്ളത് കൊണ്ട് ബാഹ്യമായ ഖേദമോദങ്ങൾ നിന്നെ ബാധിക്കില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇന്ദ്രിയങ്ങൾ അടക്കി, മനസ്സിനെ അടക്കി 6 ശത്രുക്കളെ, 5 ഇന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന 6 ശത്രുക്കളെ നിനക്ക് നൽകിയിട്ടുണ്ട്. അവരെ അവരവരുടെ അധികാരത്തിനും ഔചിത്യത്തിനും അനുസരിച്ച് അതാത് ഭോഗങ്ങൾ അനുഭവിക്കണം, അവരെ ശത്രുക്കളാക്കി മാറ്റാതെ. ഇങ്ങനെ എല്ലാ ഭംഗങ്ങളും ഉപേക്ഷിച്ചിട്ട് അവസാനം നിനക്ക് ഭഗവത് പാദത്തെ ഭജിക്കുക. ഇതാണ് വേണ്ടത്. ദുർഗാസുതോ നിർജിത സപത്ന ഭുങ്ഷ്വ ഇഹ ഭുങ്ഷ്വേഹ. ഭുങ്ഷ്വ അനുഭവിക്കൂ, ഇഹ ഇവിടെ ഭോഗങ്ങൾ.
പുരുഷാതിദിഷ്ടാൻ. ഈശ്വരനാൽ നൽകപ്പെട്ട, പുരുഷനാൽ അതിദിഷ്ടങ്ങളായ ഈ ഭോഗങ്ങളൊക്കെ ഇവിടെ തന്നതും ഈശ്വരൻ തന്നെയാണ്. നമ്മളെ ഇതിനിടയ്ക്ക് കൊണ്ട് ജനിപ്പിച്ചതും ഈശ്വരൻ തന്നെയാണ്. ഇതൊക്കെ അനുഭവിപ്പിക്കുന്നതും ഈശ്വരൻ തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റണം? ഇത് തന്റെ ആത്മബലത്തെ ബാധിക്കാത്ത മട്ടിൽ അനുഭവിക്കാൻ പറ്റണം. അതാണ് ഗൃഹസ്ഥാശ്രമത്തിന്റെ വിജയം. ബാക്കി ഏത് ആശ്രമത്തെക്കാളും ഗൃഹസ്ഥാശ്രമത്തിന്റെ വിജയം അവിടെയാണ്. മറ്റേത് വളരെ എളുപ്പമാണ്, ഇവിടെ അത് പറ്റില്ല. അതുകൊണ്ട് വിമുക്ത ഭംഗ പ്രകൃതി ഭജസ്, ഭംഗം ഉപേക്ഷിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ, നിന്റെ ചുറ്റുമുള്ള ചരാചര പ്രകൃതിയെ ആവോളം അനുഭവിച്ചുകൊണ്ട് ഓരോ അപകടം ഏർപ്പെട്ടത്. ഭഗവത് ഭക്തിയാകുന്ന എണ്ണ പുരട്ടിക്കൊണ്ട് ചക്ക അരക്കിനകത്തേക്ക് കടന്നു പോയപ്പോൾ ഈ അരക്ക് നിന്നെ ഒട്ടില്ല, ഉറപ്പാണ്. നമുക്കറിയാം, ചക്കയുള്ള സമയത്ത് ചക്ക എടുക്കുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ എണ്ണ പുരട്ടിക്കൊണ്ടേ അടുക്കുള്ളൂ. അല്ലെങ്കിൽ നോക്കുന്നിടത്തും കാണുന്നിടത്തൊക്കെ ഇത് ഒട്ടും. എവിടൊക്കെയാ ഒട്ടിയെന്ന് അറിയത്തില്ല. ഇതുപോലെയാണ് വിഷയങ്ങൾ. നമ്മുടെ ചുറ്റുമുള്ള വിഷയങ്ങൾ നമ്മളെ ഒട്ടിച്ചു കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒട്ടിച്ചു കൊണ്ടുപോകരുത്. ഈ വിഷയങ്ങൾ അനുഭവിച്ചോളൂ, ചക്ക കഴിച്ചോളൂ. അരക്കൊട്ടൊന്നും മേടിച്ച് ചക്ക കഴിക്കാതിരിക്കണ്ട. പക്ഷെ എന്ത് ചെയ്യണം? എണ്ണ പുരട്ടിക്കൊണ്ട് ഈ എണ്ണ, ഭഗവത് ഭക്തിയാകുന്ന എണ്ണ നന്നായി പുരട്ടിക്കൊണ്ട് ഏത് ഭൗതിക സുഖത്തിലേക്ക് ആൾ നിറയുമ്പോഴൂ അത് നിന്നെ ബാധിക്കില്ല, ഒട്ടില്ല, ഒരു ദുഃഖവും ഉണ്ടാവില്ല. ത്വം ത്വജനാഭംഗരിപരോജഘോഷം ദുർഗാശ്രിതോ നിർജിതഷഡ്സപത്താം ത്വംക്ഷേവ ഭോഗാൻ പുരുഷാതിദിഷ്ടാൻ വിമുക്തഭംഗ പ്രകൃതിം ഭജസ്വ. ത്വം ത്വജനാഭംഗരിപരോജഘോഷ ദുർഗാശ്രിതോ നിർജിതഷഡ്സപത്നാം ത്വംക്ഷേവ ഭോഗാൻ പുരുഷാതിദിഷ്ടാൻ വിമുക്തഭംഗ പ്രകൃതിം ഭജസ്വ. ശ്രീ ശുകോവാച. ഇത്രയുമാണ് ബ്രഹ്മാവിന്റെ വാക്കുകൾ. ഇതി സമഭേദോ മഹാഭാഗവതോ ഭഗവത ത്രിഭുവന ഗുരോരനുശാസനം ആത്മനോ ലഘുതയാ അവനത ശിരോധരോ പാഠമിതി സബകുമാനമുവാഹ. ഇത് ഇങ്ങനെ സമഭിഹിതോ, നന്നായി പറയപ്പെട്ടത്, സമ്യക്കായിട്ട് അഭിഹിതൻ, നന്നായി പറയപ്പെട്ടത്, മഹാഭാഗവതവും ഏറ്റവും വലിയ ഭഗവത് ഭക്തനുമായ ഭഗവത, ഭഗവാന്റെ ത്രിഭുവന ഗുരു, മൂന്ന് ലോകത്തിനും ഗുരുവായിരിക്കുന്ന ഭഗവാന്റെ അനുശാസനം, വാക്കുകളെ ആത്മനോ തന്നെത്താൻ ലഘുതയ, ലാഘവത്തോടെ, അവനത ശിരോധരവും തല കുനിച്ചു വണങ്ങിക്കും, അവനതമായ ശിരോധരം, കഴുത്തു വണങ്ങിക്കൊണ്ട് പാഠം ഇതി, ശരി എന്ന് ബഹുമാനം വിവാഹ, ബഹുമാനത്തോടെ വഹിച്ചു ഈ വാക്കുകളെ. ബ്രഹ്മാവിന്റെ ആദരപൂർവമുള്ള ഈ നല്ല വാക്കുകളെ ഭഗവത് പരമഭക്തനായ പ്രയോജൻ ഭഗവാന്റെ തന്നെ മുഖത്തിൽ നിന്നും വന്ന വാക്കുകളെ പോലെ അതിനെ തലകുനിച്ചു വണങ്ങി ദണ്ഡ നമസ്കാരത്തോടെ ബഹുമാനപൂർവം ശിരസാ വഹിച്ചുകൊണ്ട് താൻ എത്ര ലഘുവാണ് ഈ വിഷയത്തിൽ ലാഘവതയാ എന്ന് പിന്നെയും പ്രിയവ്രതനുണ്ടായതുകൊണ്ട് തന്റെ നേരത്തെ ഉള്ള നിശ്ചയത്തെ ഉപേക്ഷിച്ചു. ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കില്ല എന്നുള്ള നിശ്ചയം ഉപേക്ഷിച്ചു. അത് സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചു. ബാഠം ഇതി, ശരി, അങ്ങനെ ആവട്ടെ. അതുകൊണ്ട് രാജ്യത്തെ സ്വീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സ്വബഹുമാനം ഉവാഹം, ബഹുമാനത്തോടെ ബ്രഹ്മാവിന്റെ വാക്കുകളെ ഭഗവാന്റെ വാക്കുകൾ പോലെ സ്വീകരിച്ചു വായിച്ചു. മർക്കടമുഷ്ടി ഉപേക്ഷിച്ചു എന്ന് സാരം.
മലയാള ഭാഷയിൽ അങ്ങനെ പറയാം. ഒരു പഴഞ്ചൊല്ലുണ്ട്, മക്കളുടെ മുഷ്ടിയാണ്. ഞാൻ ആ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ അതിന് മാറില്ല എന്നുള്ള വാശിക്കാണ് അത് ഉപേക്ഷിച്ചു. എന്നിട്ട് കർമ്മമാർഗം മോക്ഷത്തിന് തടസ്സമാവില്ല എന്ന് നന്നായി ഉറപ്പിച്ച് ബോധ്യമാക്കിക്കൊണ്ട് ഗൃഹസ്ഥാശ്രമത്തേക്ക് പ്രവേശിക്കാൻ ഒരു മനോഹരമായ കഥാംശത്തെ മനുഷ്യജീവിതവുമായിട്ട് എങ്ങനെ ഘടിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ മനുഷ്യന് സംഭവിക്കുന്ന ഒരു വലിയ ദോഷമാണ്. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കിടന്നാൽ സകല ദുരിതമാണ്, എല്ലാ ആപത്താണ്, അപകടമാണ്, ഇതൊന്നും വേണ്ട. ഒരിക്കലും ഭാഗവതം കർമ്മമാർഗത്തെ ഉപേക്ഷിക്കാൻ, ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിച്ചു പോകാൻ ആവില്ല. ഇത് സ്വീകരിച്ച് തന്നെ പോകണം എന്ന്. ഇത് വിട്ടിട്ട് ഏത് നാട്ടിൽ എവിടെ പോയാലും ഈ ശത്രുക്കൾ കൂടിയുണ്ട്. അതുകൊണ്ട് അതിനെ ജയിക്കാനാണ് എപ്പോഴും തീരുമാനിക്കേണ്ടത്. അത് ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യാം എന്നുള്ള ഉപദേശത്തെ ബഹുമാനത്തോടെ സ്വീകരിച്ചുകൊണ്ട് രാജ്യഭാരം സ്വീകരിക്കാൻ തയ്യാറായി. ഇത് സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോ അനുശാസനമാത്മനോ ലഘുതയാ അവനത ശിരോധരോ ബാഠമിതി സബഹുമാനുവാഹ. ഇത് സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനം ആത്മനോ ലഘുതയാ അവനത ശിരോധരോ ബാഠമിതി സബഹുമാനുവാഹം. ഭഗവാനപി അനുനായഥാവതുപകൽപ്പിതാപചിതേ പ്രിയവ്രത നാരദയോരവിഷമം അഭിസമീക്ഷമാണയോः ആത്മസമവസ്ഥാനമവാങ്മനസം ക്ഷയം അവ്യാഹൃതം പ്രവർത്തയന്നഗമത്. ഭഗവാനപി ആ ബ്രഹ്മാവ് മനുനാ മനുവിനാൽ യഥാവത് ഉപകൽപ്പിത അപചിതി, യഥാവത് വിധിപ്രകാരം, ഉപകൽപ്പിതം സമർത്ഥിക്കപ്പെട്ട, അപചിതി പൂജ അല്ലെങ്കിൽ ആതിഥ്യ സ്വീകരണം എന്നർത്ഥം. വിധിപൂർവം കൽപ്പിക്കപ്പെട്ട പൂജയോടുകൂടിയവനായി ആ ബ്രഹ്മാവ് ഭഗവാനപി മനുനാ പ്രിയവ്രതനാൽ യഥാവത് കഴിവനുസരിച്ച് ഉപകൽപ്പിത അപചിതി കൽപ്പിക്കപ്പെട്ട പൂജകളെ സ്വീകരിച്ചുകൊണ്ട് പ്രിയവ്രത നാരദയോഹു അഭിഷമം അഭിസമീക്ഷമാണയോഹു, പ്രിയവ്രതന്റെയും നാരദന്റെയും രണ്ടുപേരുടെയും അഭിഷമം വിഷമമില്ലാത്ത വിധത്തിൽ, പ്രിയവ്രതനും വിഷമുണ്ടാവരുത്, നാരദനും വിഷമുണ്ടാവരുത്. പ്രിയവ്രത നാരദയോഹു അഭിഷമം അഭിസമീക്ഷമാണയോഹോ, ഒരു വിഷമവുമില്ലാതെ അവരാദരപൂർവ്വം നോക്കിക്കൊണ്ടു നിൽക്കെ ആത്മസമവസ്ഥാനം അവാങ്മനസം, തന്റെ ആത്മാവിനെ അടക്കിക്കൊണ്ട് വാക്കിനും മനസ്സിനും വിഷയമല്ലാത്തവനായി അവ്യാഹൃതം ക്ഷയം അവ്യാഹൃതം പ്രവർത്തയൻ അഗമസ്തി, വാക്കിനും മനസ്സിനും വിഷയമല്ലാത്തതും വ്യവഹാരത്തെ അതിക്രമിക്കുന്നതുമായ തത്വത്തെ പ്രവർത്തയൻ ഉച്ചരിച്ചുകൊണ്ട് ആത്മസമവസ്ഥാനം തന്റെ അവസ്ഥയോടുകൂടിയ ക്ഷയം ലോകം അഗമത്. ക്ഷയം എന്ന വാക്കിനർത്ഥം ലോകം എന്നേയുള്ളൂ, മറ്റൊരർത്ഥം ഇവിടെ ഇല്ല. ക്ഷയിക്കുന്നതാണ് എന്നുള്ള ലോകങ്ങൾക്കെല്ലാം ക്ഷയം എന്ന് പേരുണ്ട്. ബ്രഹ്മലോകത്തിന് ആ പേര് തന്നെ ഇവിടെ പറഞ്ഞതാണ്. ബ്രഹ്മലോകത്തേക്ക് ബ്രഹ്മാവ് അഗമത് പോയി, തിരിച്ചുപോയി. തന്റെ പുത്രനായ പ്രിയവ്രതനെ രാജ്യപരിപാലനത്തിന് ഏർപ്പെടുത്തിയതിൽ വൈവസ്വതന് ഏറ്റവും അധികം സന്തോഷിച്ചു. ബ്രഹ്മാവിനെ യഥാവിധി പൂജിച്ചു. പ്രവൃത്തി മാർഗത്തിലേക്ക് തന്നെ മകനെ തിരിച്ചുവിടാൻ സാധിച്ചല്ലോ. പക്ഷെ നിവൃത്തി മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം നാരദൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായില്ല എന്നർത്ഥം. ഗുരുവായ നാരദൻ മെനക്കെട്ട് ഇയാളെ ഈ ലൗകിക ചിന്തയിൽ നിന്ന് മാറ്റിയെടുത്ത് തപസ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പോൾ നാരദന് വിഷമം ഉണ്ടാവില്ല, ഇല്ല എന്നർത്ഥം. ഒരു വിഷമം ഉണ്ടായില്ല.
അതേപോലെ തനിക്ക് ശിഷ്യനായ തനിക്ക് ഈ പാഠങ്ങൾ പഠിക്കാൻ വിഘ്നം ഉണ്ടായല്ലോ എന്നൊരു വിഷമം പ്രിയവ്രതനും ഉണ്ടായില്ല. അതുകൊണ്ടാണ് പ്രിയവ്രത നാരദയോഹോ അവിഷമം. രണ്ടുപേർക്കും വിഷമം ഉണ്ടായില്ല. ഗുരുവിനും ഉണ്ടായില്ല, ശിഷ്യനും ഉണ്ടായില്ല. നല്ല ശിഷ്യനെ കിട്ടാൻ തടസ്സമായി തീർന്നല്ലോ എന്ന് നാരദനുമില്ല. താൻ ഇതൊക്കെ ഉപേക്ഷിച്ച് നല്ല വഴിയിലേക്ക് പോകാൻ പോകുമ്പോൾ തിരിച്ചു വിളിച്ചുകൊണ്ട് പോയല്ലോ എന്നൊരു വിഷമം ശിഷ്യനുമില്ല. ഇത് വ്യക്തമാക്കിക്കൊണ്ട് രണ്ടുപേരും ഭഗവാന്റെ നേരെ സന്തോഷത്തോടെ നോക്കുന്നു. അപ്പോൾ ഭഗവാൻ ബ്രഹ്മദേവൻ മനസ്സിനും വാക്കിനും വിഷയമല്ലാത്ത ഈ വ്യവഹാര മാർഗത്തെ അതിക്രമിച്ചിരിക്കുന്ന ഭഗവാന്റെ തത്വത്തെ ഉച്ചരിച്ചുകൊണ്ട്, ഭഗവൻ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് സ്വന്തം ആപാസസ്ഥാനത്തേക്ക് ബ്രഹ്മ തിരിച്ചുപോയി. ഭഗവാനഭിമനുനാം യഥാവതുപകൽപിതാപചിതേ പ്രിയൗകൃതനാരദയോരവിഷമം അഭിസമീക്ഷമാണയോ ആത്മസമവസ്ഥാം അവാങ്മനസം ക്ഷയം അവ്യവഹൃതം പ്രവർത്തയന്നഗമത്. ഒന്നിച്ചു കൂട്ടി വായിക്കാൻ ഇത്തിരി പാടായിരിക്കും. ഭഗവാനഭിമനുന യഥാവതുപകൽപിതാപചിതി നിർത്താം. പ്രിയവൃത നാരദയോരവിഷമഭിസമീക്ഷമാണയോ ആത്മസമവസ്ഥാം വാങ്മനസം എന്ന് ഒന്നിച്ച് കിട്ടില്ലെങ്കിൽ പ്രിയവൃത നാരദയോഹോ അവിഷമം അഭിസമീക്ഷമാണയോഹോ അതൊക്കെ നിർത്താം. ആത്മസമവസ്ഥാനം അവിടെ നിർത്താം. അവാങ്മനസം ക്ഷയം അവ്യവഹൃതം പ്രവർത്തയന്നഗമത് എന്ന് പദബോധത്തോടെ കൂട്ടി വായിച്ചാൽ ഒരു തെറ്റും വരില്ല. അല്ലെങ്കിൽ അടുത്ത വാക്കും ഇതുങ്ങളെ വെറുതെ കൂട്ടി പറഞ്ഞു പോവാം. ഇപ്പൊ വായിക്കുന്ന മുക്കാലും പേര് അങ്ങനെയൊക്കെ തന്നെയാണ് വായിക്കുന്നത്. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഇത് വിസ്തരിച്ച് പഠിക്കാൻ തീരുമാനിച്ചത്. ഭഗവാനഭിമനുനാം യഥാവതുപകൽപിതാപചിതി പ്രിയവ്രതനാരദയോരഭിഷമം അഭിസമീക്ഷമാണയോ ആത്മസമവസ്ഥാനം അവാങ്മനസംക്ഷയം അവ്യവഹൃതം പ്രവർത്തയന്നഗമത്. മനുരവി പരേണൈവം പ്രതിസന്ധിതമനോരഥ സുരർഷിവരാനുമതേന ആത്മജമഖില ധരാമണ്ഡലസ്ഥിതിഗുപ്തയാ സ്ഥാപ്യാം സ്വയം അതിവിഷമ വിഷയാം ജലാശയ ആശയ ഉപരാമ. മനുരവി വൈവസ്വതമനുമാകട്ടെ പരേണ ഏവം പരനായ ബ്രഹ്മാവിനാൽ, ഇവിടെ പരൻ ബ്രഹ്മാവ് എന്നുള്ള അർത്ഥത്തിലാണ്. ബ്രഹ്മാവിനാൽ ഏവം ഇങ്ങനെ പ്രതിസന്ധിത മനോരഥ തന്റെ മനോരഥത്തെ പ്രതിസന്ധിതമാക്കി സാധ്യപ്രായമാണ്, സാധിപ്പിച്ചു. പ്രതിസന്ധിത മനോരഥ സാധ്യമായ മനോരഥത്തോടു കൂടിയവനായി ബ്രഹ്മാവ് ഇടപെട്ടാണല്ലോ തന്റെ ആഗ്രഹം ഇവിടെ പൂർത്തിയാക്കി. സുരർഷിവര അനുമതേന നാരദന്റെ അനുവാദത്തോടെ, സുരർഷിവരൻ നാരദൻ, സുരർഷിവര അനുമതേന നാരദന്റെ അനുമതിയോടുകൂടി ആത്മജം പുത്രനെ അഖില ധരാമണ്ഡല സ്ഥിതിഗുപ്തയെ എല്ലാ ധരാമണ്ഡലത്തിന്റെയും സ്ഥിതിക്ക് രക്ഷയ്ക്ക് വേണ്ടി ഗുപ്തി എന്ന് വെച്ചാൽ രക്ഷാനർത്ഥം, സ്ഥിതി നിലനിൽപ്പിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഗുപ്തയെ എന്ന ചതുർത്ഥിയാണ്. പക്ഷെ അടുത്ത ആയിരിക്കുന്നുണ്ട്, ഏകാരം ലോപിച്ചു വന്നാണ്. പദച്ഛേദം ചെയ്ത് പറയപ്പോൾ ഗുപ്തയെ എന്ന് പറയണം, അല്ലെങ്കിൽ ഗുപ്തയ എന്നൊന്നിച്ച് പറഞ്ഞു. വായിക്കുമ്പോൾ ഗുപ്തയെ എന്ന് വായിക്കരുത്, സ്ഥിതി ഗുപ്തയ ആസ്ഥാപ്യ എന്ന് വായിച്ചാൽ മതി. എല്ലാ ധരാമണ്ഡലത്തിന്റെയും ഭൂമണ്ഡലം മുഴുവനും ഒന്നിച്ച് പരിരക്ഷിക്കാനുള്ള ആ അനുവാദം അദ്ദേഹത്തിന് ആസ്ഥാപ്യ സ്ഥാപിപ്പിച്ചിട്ട് സ്വയം തന്നെത്താൻ അതിവിഷമ വിഷയ ജലാശയ ആശയാഹ അതിവിഷമമായ വിഷയമാകുന്ന ജലാശയത്തിന്റെ ആശയിൽ നിന്നും ഉപരരാമ പിന്തിരി. സ്വയം അതിവിഷമമായ
വിഷയജലാശയം, വിഷയത്തെ ഒരു കടല് പോലെ, ജലാശയം പോലെയാണ് വിഷയം എന്ന് ഉപമിച്ചതാണ്, രൂപം കൽപ്പിച്ചത്. അതിലേക്കുള്ള ആശായാഹ, ആശയിൽ നിന്നും, അവിടെയും പഞ്ചമിക്ക് വിഭക്തി ലോപിച്ചു വന്ന, വിസർഗം ലോപിച്ചു വന്ന, ജലാശയ ആശായാഹ, ആശയിൽ നിന്നും, ഉപരരാമ, വിരമിച്ചു. പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് ഇനി ബാക്കിയുള്ള ജീവിതം ഭഗവത് ഭജനം കൊണ്ട് കഴിച്ചു കൂട്ടണം എന്ന് ആഗ്രഹിച്ച് മനു ബ്രഹ്മാവ് തന്റെ ആഗ്രഹം സാധിച്ചു തന്നതിൽ സന്തുഷ്ടനായിട്ട് നാരദന്റെ അനുമതിയോടും അനുഗ്രഹത്തോടും കൂടി ഭൂമണ്ഡലം മുഴുവൻ ഭരിക്കാൻ മകനെ അഭിഷേകം ചെയ്ത് രാജ്യപരിപാലനത്തിന് ഏൽപ്പിച്ചിട്ട് ഏറ്റവും വിഷമങ്ങളായ വിഷയവാസനകളുടെ പുറകെ പാഞ്ഞുപോകുന്ന ഈ ഗൃഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഭോഗങ്ങളിലുള്ള ആശയെ മതിയാക്കിയിട്ട് അദ്ദേഹം എന്താണ് അടുത്ത ആശ്രമത്തിലേക്ക്, മൂന്നാമത്തെ ആശ്രമമാണ് വാനപ്രസ്ഥം. തന്നെയല്ല, മകൻ രാജ്യഭരണത്തിൽ നിർവഹിക്കപ്പെട്ടാൽ പിന്നെ പിതാവിന് അവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം പിതാവ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ വേണം മകൻ ഭരിക്കാൻ. മകൻ പിതാവിനെ ഭരിക്കാൻ പറ്റുമോ? എത്ര വലിയ ഉത്കൃഷ്ടമായ ചിന്തയായിരുന്നു. ഇന്ന് ഒരു വീടിന്റെ ഭരണം മകനെ ഏൽപ്പിച്ചാലോ ഏറ്റെടുത്താലോ പിതാവ് അവിടെ തന്നെ നിൽക്കും. മാതാപിതാക്കളെ ഉൾപ്പെടെ പിതാക്കളെ ഈ പുത്രൻ ഭരിക്കും. പക്ഷെ രാജ്യഭാരത്തിൽ ഇത് പറ്റില്ല. ആരാണോ രാജ്യഭരണ അവകാശം പുത്രനെ കൊടുത്തത്, അയാൾ പുത്രൻ രാജ്യം ഭരിക്കുന്ന രാജ്യത്തിന്റെ അതിർത്തി വിട്ടുപോകണം. അതിർത്തിയിൽ നിൽക്കരുത്. അതിർത്തിയിൽ നിന്നാൽ ആ അതിർത്തിയിൽ താനും ഈ ഭരണത്തിൽ അകപ്പെടാൻ പാടില്ല. അതിന്റെ പുറത്തു പോകണം. അതുകൊണ്ട് ഇദ്ദേഹം അടുത്ത ആശ്രമം സ്വീകരിച്ച് രാജ്യാതിർത്തി വിട്ട് വനാന്തരങ്ങളിലേക്ക് തപസ്സിന് വേണ്ടി പുറപ്പെട്ടു. ഏതൊരു ഗൃഹസ്ഥാശ്രമിയുടെയും കടമ അവിടെയാണ്. പുത്രൻ ഗൃഹഭരണത്തിന് തയ്യാറായി ആകുമ്പോൾ വിവാഹിതനാവുകയോ വീട് ഭരിക്കാൻ സന്നദ്ധനാവുകയോ ചെയ്താൽ അവനിൽ വീടിന്റെ ഭരണ ചുമതല മുഴുവൻ ഏൽപ്പിച്ചിട്ട് പിതാവ് സ്വയം വിരമിക്കണം. അങ്ങനെ മാതാപിതാക്കൾ വാനപ്രസ്ഥരാകാത്തതാണ് ഇന്നത്തെ കുടുംബകലഹങ്ങളിലെ 90% അപകടം അവിടെയാണ്. ഒന്ന്, മാതാപിതാക്കൾ സ്വയം വിദഗ്ധരാവണം, വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. ഇനിയും അവൻ ഈ വീട് ഭരിക്കട്ടെ, ഇത്ര കാലം ഞാനാണല്ലോ ഭരിച്ചത്, ഇനിയും ഭരിക്കേണ്ടത് അടുത്ത ആളാണ്. അവൻ അവന്റെ അറിവും പഠിപ്പും സ്വാതന്ത്ര്യവും ചിന്തയും അനുസരിച്ച് ഭരിക്കട്ടെ. കൂടെ നിന്നാൽ ഉപദേശിക്കേണ്ടവരും അതുപോലും ചെയ്യാൻ പാടില്ല. ഉപദേശിക്കുന്ന സമയത്തൊക്കെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, വേണ്ട പഠിപ്പുണ്ട്, അറിവുണ്ട്. ആ അറിവും പഠിപ്പും ഉപയോഗിച്ചിട്ട് അവന്റെ രീതിയിൽ രാജ്യം ഭരിക്കും, വീട് ഭരിക്കും. അങ്ങനെ ഭരിക്കട്ടെ, വിട്ടുകൊടുക്കേണ്ടതാണ്. അമ്മയും അച്ഛനും അങ്ങനെ വിട്ടുകൊടുക്കേണ്ടതാണ്. വീടിന്റെ സമസ്ത ഭരണ ചുമതലകളെയും അവരെ ഏൽപ്പിച്ചിട്ട് സ്വയം വിദഗ്ധരായി പോകും. അതിനുവേണ്ടി വീട് വിട്ടു പോകണമെന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കാം. വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് വാനപ്രസ്ഥം അനുഷ്ഠിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒന്നിനും ഇടപെടരുത്. അവരുടെ ചിന്തയിൽ, അവരുടെ പ്രവൃത്തിയിൽ, അവരുടെ കർമ്മമാർഗങ്ങൾ ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, അങ്ങനെയാണോ ചെയ്യേണ്ടത്, നമ്മുടെ ചിന്തയനുസരിച്ചല്ല അവൻ ചിന്തിക്കുന്നത്. നമ്മുടെ ചിന്തയനുസരിച്ച്, നമ്മളെ എന്ന പ്രവൃത്തി അനുസരിച്ചല്ല അവൻ പ്രവർത്തിക്കും. അവന്റെ ചിന്തയ്ക്കും പ്രവൃത്തിക്കും പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് അവൻ ചെയ്യട്ടെ. അത് എന്റെ ഇഷ്ടം അനുസരിച്ച് ആവണമെന്നില്ല. അങ്ങനെ ആവാതെ വന്നാൽ അപ്പൊ എതിർക്കാൻ നിൽക്കും. ഇത് പരസ്പരം അടിപിടി, കലഹം, കോലാഹലം, ബഹളം. ഇതൊന്നും വരാതിരിക്കാൻ എത്ര വിദഗ്ധമായിട്ട് വ്യാസൻ ഈ കഥ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വൈവസ്വതമൻ എന്ത് ചെയ്തു? ആ ഗൃഹത്തിൽ നിന്നും യാത്രയായി പോയി. മനുരപി പരേണൈവം പ്രതിബന്ധിത മനോരഥ സുരർശിവരാനുമതേന ആത്മജം അഖിലധരാമണ്ഡലസ്ഥിതിഗുപ്തയ ആസ്ഥാപ്യ സ്വയം അതിവിഷമം അവിഷയ ജലാശയാശായാ ഉപരരാമാം. മനുരവി പരേണൈവം പ്രതിബന്ധിത മനോരഥ സുരർശിവരാനുമതേന. അവിടെ നിർത്താം. അനുമതേനാത്മാ ദിനജ എന്ന് പറയരുത്, കാരണം അർത്ഥം അറിയാത്തതുകൊണ്ട് അവിടെ പറയാം. സുരർശിവരാനുമതേന ആത്മജം അഖിലധരാമണ്ഡലസ്ഥിതിഗുപ്തയ ആസ്ഥാപ്യ സ്വയം
അതിവിഷമവിഷയ ജലാശയ ആശായാഹ. അവിടെയൊക്കെ ദുഃഖമുണ്ട്. ആശായ ഉപരരാമാം മനുരപി പരേണൈവം പ്രതിബന്ധിത മനോരഥ സുരശിവരാനുമതേന ആത്മജമഖിലധരാമണ്ഡലസ്ഥിതിഗുപ്തയാ സ്ഥാപ്യ സ്വയം അതിവിഷമ വിഷയ ജലാശയ ആശായാ ഉപരരാമാം ഇതിഹവാവ ജഗതീപതിരീശ്വരേച്ഛയാം അധിനിവേശിത കർമാധികാരോഖിലജഗദ്ബന്ധധ്വംസന് അപരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യ അംഘ്രിയുഗള അനവരതധ്യാനാനുഭാവേന പരിയന്ധിത കഷായ ആശയോ അവദാതോപി മാനവർദ്ധനോ മഹതം മഹീതരമനുഷ്യശാസ ഇതി ഭാവ. ഇങ്ങനെ ഇപ്രകാരം തീർച്ചയായിട്ടും അവൻ ജഗതീപതി, ആ രാജാവ് ഇപ്പം പ്രിയവ്രതൻ രാജാവായി. അതുകൊണ്ട് ഇവിടെ ജഗതീപതി എന്ന് പറയുന്ന പ്രിയവ്രതനെയാണ്. മനു പോയി. ഇതി വാവ സ ജഗതീപതി ഈശ്വരേച്ഛയാ, ഈശ്വരന്റെ ഇച്ഛ കൊണ്ട് അധിനിവേശിത കർമാധികാരോ, രാജ്യഭരണമെന്ന കർമാധികാരത്തിൽ അധിനിവേശിക്കപ്പെട്ടവനായിട്ട്, രാജ്യഭരണം എന്നുള്ള കർമ്മത്തിന്റെ അധികാരത്തിൽ താൻ പ്രതിഷ്ഠിക്കപ്പെട്ടു. അത് സ്വന്തം ഇച്ഛ കൊണ്ടാണോ? അല്ല, വേണ്ട വേണ്ട എന്നൊക്കെ വിചാരിച്ചു പോയത് ഇതൊന്നും. പക്ഷെ ഈശ്വരേച്ഛ അതിനെ തടഞ്ഞു. അപ്പൊ ഈശ്വരേച്ഛ കൊണ്ടാണ് താൻ ഇപ്പൊ രാജാവായത്. അധിനിവേശിത കർമാധികാരത്തിൽ നിവേശിക്കപ്പെട്ടവനായിട്ട് അഖില ജഗത് ബന്ധ ധ്വംസന, അഖില ജഗത്തിന്റെ സകല ജഗത്തിന്റെയും ബന്ധത്തെ നശിപ്പിക്കുന്ന അഖില ജഗത് ബന്ധ ധ്വംസന പരാനുഭാവസ്യ, അതിന് സമർത്ഥമായ മാഹാത്മ്യത്തോടുകൂടിയ ഭഗവത ആദിപുരുഷസ്യ, ഭഗവാനായ ആദിപുരുഷന്റെ അംഘ്രിയുഗള അനവരത ധ്യാനാനുഭാവേന, പാദപങ്കജങ്ങൾ അംഘ്രിയുഗളങ്ങൾ അനവരതം ഇടതടവില്ലാതെ നിരന്തരമായും ധ്യാന അനുഭാവേന ധ്യാനിച്ചതുകൊണ്ട്, ധ്യാനിച്ചതിന്റെ അനുഭാവം കൊണ്ട്, മഹത്വം കൊണ്ട് അഖില ജഗത് ബന്ധ ധ്വംസന പരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യ അംഘ്രിയുഗള അനവരത ധ്യാനാനുഭാവേന. ഒറ്റവാക്കാതെ എല്ലാ ജഗത്തിലുമുള്ള സമസ്ത ബന്ധങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന ആ ആദിപുരുഷനായ ഭഗവാന്റെ അംഘ്രിയുഗങ്ങളെ നിരന്തരമായും ധ്യാനിച്ചുകൊണ്ട് കിട്ടിയ അനുഭാവം കൊണ്ട്, മഹത്വം കൊണ്ട് പരിരന്ധിത കഷായ ആശയോ, പരിരന്ധിതമായ ദഹിപ്പിക്കപ്പെട്ട, പരിരന്ധിതം ദഹിപ്പിക്കപ്പെട്ട കഷായ ആശയം എല്ലാവിധത്തോടും കൂടിച്ചേർന്ന ആശയത്തോടു കൂടിയവൻ. ഇവിടെ കാമരാഗാദികളായിരിക്കുന്ന ആശയത്തോട് കൂടിച്ചേർന്നവൻ. കഷായം എന്ന വാക്കിന്റെ അർത്ഥം കൂടിച്ചേർന്നതാണ്. എന്തോനൊക്കെ കൂടിച്ചേർന്നു? രാഗാദികളായ ദോഷത്തോടു കൂടിയ പരിരന്ധിത കഷായ ആശയോ. ആശയം അന്ധക്കരണം മനസ്സാണ്. മനസ്സിൽ കാമവും രാഗവും ദോഷവും ഒക്കെ എപ്പോഴും ഉണ്ട്. അതിന് പ്രത്യേകിച്ച് താമസമൊന്നുമില്ല ഇവരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ആയിട്ട്. അവധാതോപി, അതുകൊണ്ട് അവധാതനാണെങ്കിലും പരിശുദ്ധനാണെങ്കിലും, ഇതൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ഉള്ളു പരിശുദ്ധനാണ്. രാഗാദികളായ ദോഷങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ പോലും ഉള്ളു പരിശുദ്ധനാണ്. കാരണം അത് പ്രയോഗിക്കാൻ പറ്റില്ല. അവധാതോപി മാനവർദ്ധനോ,
മാനത്തെ വർദ്ധിപ്പിക്കുന്നവനായിട്ട് മഹീതലം അനുശശാസ, ഭൂമണ്ഡലത്തെ ഭരിച്ചു. അനുശശാസ ഭരിച്ചു കൊണ്ട് പ്രിയവ്രതൻ ഇവിടെ ആത്മാരാമനായിരുന്നെങ്കിലും ഈശ്വര ഇച്ഛ കൊണ്ടാണ് രാജ്യം സ്വീകരിക്കേണ്ട വന്നത്. അപ്പോൾ ആ ഈശ്വരന്റെ പാദപങ്കജത്തെ ഒരിക്കലും നഷ്ടപ്പെടാതെ പിന്തുടർന്ന് ഭജിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് ഒരു ഗൃഹസ്ഥാശ്രമിക്കും വേണ്ടത്. ഗൃഹസ്ഥാശ്രമത്തിലെ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവത് പാദപങ്കജങ്ങളിൽ നിന്നും മനസ്സ് മാറിപ്പോവാതിരിക്കണം. അതുകൊണ്ടാണ് രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ടും അമ്പലത്തിൽ പോവുക, നാമം ജപിക്കുക, കീർത്തനങ്ങൾ പാടുക, ഭാഗവതം വായിക്കുകയൊക്കെ ഗൃഹസ്ഥൻ നിർബന്ധം വെച്ച കൂട്ടാണ്. അല്ലെങ്കിൽ അയാളുടെ മനസ്സ് വിഷയങ്ങളിലേക്ക് പതറിപ്പോവും, ഉറപ്പാണ്. അത് പോവാതിരിക്കണമെങ്കിൽ അയാൾ അഖില ജഗദ്ബന്ധ ധ്വംസന പരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യ അംഘ്രിയുകള അനവരത ധ്യാനാനുഭാവേന, ആ അനുഭാവം കൊണ്ട്, ആ വരം കൊണ്ട്, ശക്തി കൊണ്ട് പരിരഞ്ജിത കഷായ ആശയം, അന്തരംഗത്തിലെ ആശയങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് മാനവർദ്ധനായി മഹത്തായ ഈ തരത്തെ അനുശാസ പരിപാലിച്ചു രക്ഷിച്ചു. ഇതി ഹവാവ സ ജഗദേപതി ഈശ്വരേച്ഛയാം അതിഥിവേശിതകർമാധികാരോ അഖില ജഗദ്ബന്ധധ്വംസന പരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യ ഇംഘ്രിയുഗള അനവരതധ്യാനാനുഭാവേന പരിയന്തിത കഷായാശയ ആശയോ അവദാതോപി മാനവർദ്ധനോ മഹതം മഹീതരമനുശാസാം. ഇതി ഹവാവ സ ജഗദേപതി ഈശ്വരേച്ഛയാം അധിനിവേശിത കർമാധികാരോ അഖില ജഗദ്ബന്ധധ്വംസന പരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യ അംഘ്രിയുഗള അനവരത ധ്യാനാനുഭാവേന പരിയന്തിത കഷായാശയോ അവദാതോപി മാനവർദ്ധനോ മഹതാം മഹീതരമനുശാസാം. ഇതി ഹവാവ സ ജഗദേപതി ഈശ്വരേച്ഛയാം അധിനിവേശിത കർമാധികാരോ അഖില ജഗദ്ബന്ധധ്വംസന പരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യ അംഘ്രിയുഗളാനവരതധ്യാനാനുഭാവേന പരിയന്തിത കഷായാശയോ അവദാതോപി മാനവർദ്ധനോ മഹതാം മഹീതരമനുശാസാം. അഥ ച ദുഹിതരം പ്രജാപതിർവിശ്വകർമ്മണാം ഉപയേമേ ബഹിഷ്പദീനാം ദസ്യാം ഊഹ വാവ ആത്മജാൻ ആത്മസമാനശീല ഗുണകർമ്മ ഗുണകർമ്മരൂപ ബീജോദാരാം ദശ ഭാവയാം ബഭൂവ കന്യാം ച യഫീയഫീം ഊർജസ്വതീം നാമ. അഥ ച അനന്തരം ദുഹിതരം മകളെ, ദുഹിതാവ് മകൾ, ദുഹിതരം മകളെ, അവരുടെ പ്രജാപതേഹി ദുഹിതരം. ആരാണ് ഈ പ്രജാപതി? വിശ്വകർമ്മ. വിശ്വകർമാവിന്റെ എന്ന പ്രജാപതിയുടെ മകളായ മകളെ ഉപയേമേ വിവാഹം കഴിച്ചു. ആരാണ് അവളുടെ പേര്? ബർഹിഷ്മതി നാമ. അവളുടെ പേര് ബർഹിഷ്മതി. വിശ്വകർമാവ് എന്ന പ്രജാപതിയുടെ പുത്രിയായ ബർഹിഷ്മതി വിവാഹം കഴിച്ചു. ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നത് വിവാഹത്തോടു കൂടിയാണ്. എന്റെ രാജ്യപരിപാലനം സ്വീകരിച്ചു, ഉടൻ തന്നെ വിവാഹിതനായി. ആയിട്ട് പ്രജാപതേഹി വിശ്വകർമ്മണ ഉപയേമേ, ഉപയേമേ വിവാഹം ചെയ്തു. ബർഹിഷ്മതി നാമ, ബർഹിഷ്മതി എന്നുള്ള ഈ മകളെ പുത്രി വിവാഹം ചെയ്തു. തസ്യാം അവളിൽ ഊഹ ആവട്ടെ, വാവ ആത്മജാൻ ആത്മജന്മാരെ, പുത്രന്മാരെ, ആത്മസമാനശീല ഗുണകർമ്മരൂപ വീര്യോദാരാൻ, തന്റെ ആത്മാവിനെ സമാനശീലമുള്ള, തന്നെ പോലെ സമാനമായ സ്വഭാവങ്ങളുള്ള, ശീലമുള്ള, ഗുണമുള്ള, കർമ്മമുള്ള, രൂപമുള്ള, വീര്യമുള്ള, ഔദാര്യമുള്ള, ഇത്രയും ഗുണങ്ങളാണ് മകനിലേക്ക് സംക്രമിക്കേണ്ടത്. ഈ ഗുണം പിതാവിനുണ്ടെങ്കിലല്ലേ പുത്രനിലേക്ക് സംക്രമിക്കാൻ പറ്റൂ. ഇന്നത്തെ വലിയ ദോഷവതാണ്.
ഈ ഗുണങ്ങളൊന്നും പിതാവിലില്ല, പിന്നെ എങ്ങനെ പുത്രനിലേക്ക് സംഗമിക്കും? പക്ഷെ ഇവിടെ ഈ പ്രിയവ്രതന്റെ ഈശ്വരഭക്തി കൊണ്ട് ലഭിച്ച നല്ല ശീലം, നല്ല ഗുണങ്ങൾ, നല്ല കർമ്മങ്ങൾ, നല്ല സൗന്ദര്യം, നല്ല ശക്തി, നല്ല ഔദാര്യം, കാരുണ്യം, ദയവ്, ഇത്രയും ഉള്ളതുകൊണ്ട് ആത്മജാൻ പുത്രന്മാരെ ആത്മസമാന ശീലഗുണകർമ്മരൂപ വീര്യ ഉദാരാൻ, ആത്മജാൻ പുത്രന്മാരെ 10 പുത്രന്മാരെ എന്നുള്ള 10 പുത്രന്മാരെയും 10 ഭാവയം ബഭൂവ, ഭാവയം ബഭൂവ ഭവിപ്പിച്ചു എന്നർത്ഥം, ജനിപ്പിച്ചു. ഭാവയാം ബഭൂവ, ബഭൂവ ലെട്ട് പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഭാവയ കുറച്ച് പെട്ട വാക്കാണ്, ഇഷ്ടാക്കട്ടെ. ഭാവയാം ബഭൂവ ഭവിപ്പിച്ചു. നല്ല വ്യാകരണ പണ്ഡിതനാണ് വ്യാസൻ എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനത്തെ ഉള്ള പദങ്ങൾ കൂട്ടി എന്നൊക്കെ വ്യാകരണ ശാസ്ത്രത്തെ അനുകൂലിച്ചു പോകാൻ പറ്റില്ല. കന്യാഞ്ച, പിന്നീട് ഒരു മകളെയും കൂടി. യവീയഫം, ഏറ്റവും ഇളയത്. ഊർജസ്വതി എന്നാണ് അവളുടെ പേര്, ഊർജസ്വതി എന്നാണ്. 10 പുത്രന്മാരും 11ാമതൊരു പുത്രിയെ കൂടി ലഭിച്ചു. ഊഹ വാവ എന്നുള്ളത് ഒരു ആശ്ചര്യത്തെ കാണിക്കാനുള്ള വെറും അവ്യയമാണ്. കാരണം ഗൃഹസ്ഥാശ്രമം വേണ്ട എന്ന് വിധിച്ച് പോകാൻ തുടങ്ങിയ ആള് വിവാഹം കഴിച്ച് 11 സന്താനങ്ങളെ ജനിപ്പിച്ചു. ഇന്നുള്ള ആൾക്കാരാണെങ്കിൽ പറയും, ഇത്രയും ആസക്തി കൂടിയവനാണോ ഇവൻ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ആശ്ചര്യം എന്ന് പറയാൻ കാരണം. വിദഗ്ധനായ പ്രയോജൻ ഇത്രയും സന്താനങ്ങൾ ഉണ്ടായത് ഈശ്വരേച്ഛ കൊണ്ട് തന്നെയാണ്. ഇത് ആശ്ചര്യത്തെ ഉണ്ടാക്കുന്നതാണ് നിശ്ചയമാണ് എന്നതിന് പരിഹാരവും കൂടി വ്യാസൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ ഈ പ്രിയവ്രതൻ ബർഹിഷ്മതി എന്ന വിശ്വകർമാവിന്റെ പുത്രിയെ വിവാഹം കഴിച്ചു. അവളിൽ തന്നെ പോലെ ഗുണകർമ്മ ബീജ സ്വഭാവങ്ങളുള്ള 10 പുത്രന്മാരെയും ഏറ്റവും ഇളയവളായ ഒരു പുത്രിയെയും ജനിപ്പിച്ചു. അഥ ചതുഹിതരം പ്രജാപതേർ വിശ്വകർമ്മണം ഉപയമേ ബർഹിഷ്മതി നാമ തസ്യാമൂഹ. ഊഹ എന്നുള്ള 2 അവ്യയങ്ങളാണ്. ഉഹ, തഫ്യാമുഹ എന്നൊരു വാക്കില്ല. ഇത് ഭാഗവതം വായിക്കുന്നത് തഫ്യാമുഹ വായിച്ചു പോകുകയുള്ളൂ. എന്താ ഉഹ എന്ന് ചോദിച്ചാൽ അതൊരു പുക പോലെ ഒന്നുമില്ല, അതുള്ളൂ, അറിയാം. തഫ്യാം ഊ ഹ 3 വാക്കാണ്. ഊ എന്നുള്ളൊരു അവ്യയമാണ്, ഹ എന്നുള്ള അവ്യയമാണ്, വാവ മറ്റവ്യയം. ഇത് ആശ്ചര്യത്തെ കാണിക്കാനുള്ള അവ്യയം. അഥ ചതുഹിതരം പ്രജാപതേർ വിശ്വകർമ്മണ ഉപയമേ ബർഹിഷ്മതി നാമതഫ്യാമോ വാവാം ആത്മജാൻ ആത്മസമാനശീല ഗുണകർമ്മരൂപ വീര്യോദാരാൻ 10 ഭാവയാം ബഭൂവാം കന്യാം ച യവീയഫീം ഊർജസ്വതീം നാമാം. അഥ ചതുഹിതരം പ്രജാപതേർ വിശ്വകർമ്മണ ഉപയമേ ബർഹിഷ്മതി നാമ തഫ്യാമുഖ വാവ ആത്മജാൻ ആത്മസമാനശീല ഗുണകർമ്മരൂപ വീര്യോദാരാൻ 10 ഭാവയാം ബഭൂവ കന്യാം ച യവീയഫീം ഊർജസ്വതീം നാമാം. അഥ ചതുഹിതരം പ്രജാപതേർ വിശ്വകർമ്മണ ഉപയമേ ബർഹിഷ്മതി നാമ തഫ്യാമുഖ വാവ ആത്മജാൻ ആത്മസമാനശീല ഗുണകർമ്മ രൂപബീജോദാരാൻ 10 ഭാവയാം ബഭൂവ കന്യാം ച യവീയഫീം ഊർജസ്വതീം നാമാം. ആഗ്നേയധ്യ ഇത്മജിഹ്വയജ്ഞവാഹു മഹാവീര ഹിരണ്യരേതോ കൃതപൃഷ്ഠ സവനമേധാതിഥി ഈതിഹോത്ര പ്രളയ ഇതി സർവ ഏവാഗ്നിനാമാനഃ. ഒരു സംശയം ഉണ്ടായതിന്റെ മറുപടിയാണിത്. ഇളയ മകളുടെ മാത്രം പേര് പറഞ്ഞു, ഊർജസ്വതി. 10 ആൺമക്കൾ ഉണ്ടായിട്ട് അവരുടെ പേര് പറഞ്ഞില്ലല്ലോ, ശരിയാണോ? ആദ്യം പറയേണ്ട ഈ 10 ആൺമക്കളുടെ പേരല്ലേ, പിന്നല്ലേ ഇളയ മകളുടെ പേര് പറയേണ്ടത്. അതുകൊണ്ട് താൻ ഈ 10 ആൺപിള്ളേരുടെ പേര് 10 പേരുടെയും പേര് അഗ്നിയുടെ വിധേയ വെച്ചിട്ടാണ്.
അഗ്നിയുടെ ഓരോ പര്യായപദങ്ങൾ ഓരോ പുത്രന്മാർക്കും പേരായിട്ട്. ഒരാളുടെ പേര് അഗ്നിധ്രൻ, മറ്റേയാളുടെ പേര് ഇത്മജിഹ്വൻ, അടുത്ത ആളുടെ പേര് യജ്ഞവാഹു, അടുത്തത് മഹാവീരൻ, പിന്നത്തേത് ഹിരണ്യരേതസ്, ഘൃതപൃഷ്ഠൻ, സവനൻ, മേധാതിഥി, വീതിഹോത്രൻ, കവി. ഈ കവി എന്നുള്ള അഗ്നിയുടെ പര്യായപദമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള 10 പുത്രന്മാരെയാണ് ജനിച്ചത്. അഗ്നിധ്ര, ഇത്മജിഹ്വ, യജ്ഞബാഹു, മഹാവീര, ഹിരണ്യരേതോ, ഘൃതപൃഷ്ഠ, സവന, മേധാതിഥി, വീതിഹോത്ര, കവയേതി സർവേവ അഗ്നിനാമാനഃ. അഗ്നിധ്രേത്മജിഹ്വ, യജ്ഞബാഹു, മഹാവീര, ഹിരണ്യരേതോ, ഘൃതപൃഷ്ഠ, സവനമേധാതിഥി, വീതിഹോത്ര, കവയേതി സർവേവ അഗ്നിനാമാനാം. അഗ്നിധ്രേത്മജിഹ്വ, യജ്ഞബാഹു, മഹാവീര, ഹിരണ്യരേതോ, ഘൃതപൃഷ്ഠ, സവന, മേധാതിഥി, വീതിഹോത്ര, കവയേതി സർവേവ അഗ്നിനാമാനഃ. ഇനി അവരുടെ കഥകളിലേക്ക് പോവാം, പുത്രന്മാരുടെ കഥകളിലേക്ക്. അതിലെ ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞിട്ട് അടുത്ത അനന്തര തലമുറയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു എളുപ്പത്തിന് മുമ്പായിട്ട് ബന്ധപുത്രന്മാരെ എന്ത് ചെയ്തു എന്നൊക്കെ പഠിപ്പിച്ചു. കാര്യങ്ങൾ രാജ്യഭാരം ഉറപ്പിച്ചു. ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ്. ബാക്കി തീർന്നേണ്ട സമയം ഏതാണ്ടായിരിക്കാൻ നമുക്ക് ഇതിനോട് ഉപസംഹരിക്കാം. സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പൂർത്തിയാക്കാം. സാറേ 22ാമത്തെ അവസാനത്തെ ഭാഗം ഒന്ന് വായിക്കാം ഒന്നുകൂടെ. 22 സ്വയം അതി വിഷമ വിഷയ വിഷ ജലാശയ എന്നാണ് ഞങ്ങളുടെ പുസ്തകത്തിൽ കാണും. വിഷയ ജലാശയം മതി. വിഷമ വിഷയ ജലാശയ ആശായ. ഇതിനകത്ത് ഒരു വിഷവും കൂടി ഉണ്ട്. വിഷം കൂടി ഉണ്ടോ? അത് ആവശ്യമില്ല. വിഷമം വന്ന സ്ഥിതിക്ക് പിന്നെ വിഷം കൂടി ആവശ്യമില്ല. വിഷം വെട്ടിക്കളയാവില്ലേ അല്ലേ? ഓ, പിന്നെന്താ. സാറേ അത് ഇങ്ങനെയല്ലേ? സ്വയം അതി വിഷമം വിഷയം വിഷയ ജലാശയ ആശയ എന്നുള്ള ആശായ. അതെ, സ്വയം അതിവിഷമ വിഷയ ജലാശയ ആശായ. വിഷയ കഴിഞ്ഞ ഒരു വിഷ ജലാശയ എന്നുണ്ട്. ആ വിഷം വേണമെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ശരി ശരി. അത് ആ വിഷമ വിഷയ വിഷജലാശയാശയുണ്ട്. അതല്ലേ ഇപ്പൊ പറഞ്ഞത്. വിഷമം കൊണ്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് വീണ്ടും ഒരു ആവർത്തനമായിട്ട് വിഷം വേണ്ട എന്ന് പറഞ്ഞ ഇപ്പൊ കൊണ്ടാ. അങ്ങനെയുള്ള പുസ്തകത്തിൽ അത് ആവശ്യമില്ല. അല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാകുന്ന വിഷജലത്തിന്റെ സ്ഥാനത്തിലുള്ള ആശയിൽ നിന്നതാണ്. അതെ, സ്വയം അതിവിഷമമായ വിഷയജലാശയത്തിന്റെ ആശയിൽ നിന്ന് ഉപരരാമം. വിഷയങ്ങളാകുന്ന വിഷജലത്തിൽ നിന്നും കൂടെ പറയുന്നത്. അതിന്റെ ആവശ്യമില്ല ഇവിടെ എന്നാണ്. കാരണം വിഷയങ്ങൾ വിഷങ്ങളല്ല. ആണോ? എല്ലാ വിഷയങ്ങളും അങ്ങനെയല്ല. അല്ല, എല്ലാ വിഷയങ്ങളും വിഷയങ്ങളല്ല. നമുക്ക് അനുഭവിക്കാനുള്ളതല്ലേ വിഷയങ്ങൾ. അതല്ലേ ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്നേ. വിഷയങ്ങൾ അനുഭവിക്കണം, അതിൽ ബന്ധിതരായി പോരുന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എണ്ണ ഇട്ടുകൊണ്ട് ചക്ക എടുക്കണം. ചക്ക വിഷമല്ല, നമുക്ക് കഴിക്കാനുള്ളതാണ്. അത് ഭൗതികമായ ഏത് വിഷയങ്ങളും വിഷങ്ങളല്ല. അത് വിഷമാണെന്നൊരു അർത്ഥം വരുത്തി വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അതിലേക്ക് കിടക്കാൻ പറ്റില്ല. വിഷമാണെങ്കിൽ ദൂരെ വർജിക്കണം.
ഇത് അതല്ല, വിഷയങ്ങൾ അനുഭവിക്കാനാ പറഞ്ഞേ. അപ്പൊ അവിടെ വിഷം ചേർത്താൽ ഏറെ അപകടം വരികയുള്ളൂ. ആ വിഷം എന്നുള്ള വേണ്ടെന്നാണ് പറഞ്ഞേ. ഒരിക്കലും അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അവിടെ അർത്ഥം തെറ്റിദ്ധരിക്കാൻ ഇടയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിഷയം വിഷമല്ല. വിഷയ ജലാശയം. അല്ലെ വിഷയം വേണ്ട, അല്ലെ വിഷം വേണ്ട. ഇത്രയും നാള് ഈ ബ്രഹ്മാവിന്റെ ഉപദേശം മുഴുവൻ വിഷയം വിഷമാണെന്നല്ല. അതിന്റെ ബാക്കി അടുത്ത വരി പിന്നെ വിഷം എന്നും കൂടെ ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ആരോ ഭൗതികങ്ങളൊക്കെ വിഷം ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പിന്നീട് അതിൽ ചേർത്തൊരു വാക്ക് ആവാം എന്നാ അതിനാ സാധ്യത. അതിനുള്ള സാധ്യതയുണ്ട് സാറേ. ചിലപ്പോ വേറെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ആയിപ്പോയതായിരിക്കാം. എന്തായാലും നമ്മള് അർത്ഥബോധത്തോടെ വിചിന്തനം ചെയ്ത് സൂക്ഷ്മതയിൽ നോക്കി പല പാഠങ്ങളും നോക്കിയിട്ട് ഞാൻ നിശ്ചയിച്ചതാണ് ഈ പാഠം. വെറുതെ അല്ല. എനിക്ക് അർത്ഥബോധത്തോടുകൂടി ചിന്തിച്ചപ്പോ ഈ പാഠമാണ് ശരിയും തോന്നിയുണ്ടോ പറഞ്ഞാണ്. അങ്ങനത്തെ പാഠങ്ങളുള്ള പുസ്തകം ധാരാളം ഉണ്ട്. അത് ഇപ്പൊ സ്വീകരിക്കുന്നതുകൊണ്ട് വിരോധമല്ല, പക്ഷെ ഇങ്ങനെ ദോഷം എന്നുണ്ടെന്ന് മാത്രം. അല്ല സാർ പറയുന്നതാണ് ശരി. അപ്പൊ അത് തന്നെ ശരി. ഞാൻ കാരണം വിഷയത്തെ വിഷമായിട്ട് ഇതുവരെ ഭാഗവതം എങ്ങും പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോഴെന്തിനിടെ വിഷം നാക്കുന്നു? അത് ആധുനികരായ ജനങ്ങൾ വിഷയം വിഷമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു ചതിയാണെന്നാണ് ഞാൻ പറയുന്നത്. അതെ, വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ടുവന്ന വിഷയങ്ങൾ അനുഭവിക്കാനാണ് ഇയാൾ വന്നത്. ആര്? എന്താ പ്രിയവ്രതൻ. പക്ഷെ എന്ത് ചെയ്യണം? ഈശ്വര ഭക്തിയോട് കൂടി വിഷയങ്ങൾ അനുഭവിച്ചാൽ അത് ബാധിക്കില്ല. വിഷയ തോയെ എന്ന് പറഞ്ഞ് മുകുന്ദമാലയിൽ വരുന്നുണ്ട്. വിഷയ തോയം അതന്നെയാണ് വിഷയ ജലാശയം. വിഷയ തോയെ അതേ ആശയം അതുപോലെ എടുത്താണ്. ഓക്കെ സാർ. ധാരാളം ആൾക്കാരെ ഇങ്ങനെ തന്നെ വായിച്ച് പഠിച്ചും വ്യാഖ്യാനിച്ച് പറഞ്ഞും അതെന്നെ ദൃഢമാക്കി വെച്ചിട്ടുണ്ട്. സൂക്ഷ്മ വിചിന്തനം ചെയ്യാത്തതുകൊണ്ട് കണ്ണുളച്ച് ഗതാനുഗതത്തിൽ അങ്ങനെ ആവും എന്നും വിശ്വസിച്ച് പോകുന്നവരാണ് അധികം ആൾക്കാരും. അതുകൊണ്ടാവാം. അത് ശരിയാണ് സാറേ. ഇന്ദ്രിയ വിഷയങ്ങളൊന്നും അങ്ങനെ വിഷമമൊന്നും പറയാൻ പറ്റില്ല. പല കാമനകളും നേടേണ്ടതും അനുഭവിക്കേണ്ടതാണ്. അല്ല, പലതരം കാമനകളും നേടേണ്ടതും അനുഭവിക്കേണ്ടതുമാണല്ലോ. തീർച്ചയായിട്ടും അവിടെ ഭഗവാന്റെ ആ സ്മരണയോടുകൂടി അത് ചെയ്യാമെന്നുള്ളതാണ്. വിഷമാണെങ്കിൽ അനുഭവിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, ഒരിക്കലും പറ്റില്ല. അതാണ് വിഷം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ, അനുഭവിക്കാനുള്ള ഉണ്ടാവില്ല. ഇല്ല, ആവില്ല. അപ്പൊ നേരെ വിപരീതമാർത്ഥത്തിലൊക്കെ പോവില്ലേ? സാറേ, അത് പറഞ്ഞതെന്ന് വളരെ നന്ദി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ തെറ്റിദ്ധാരണയോടെ പോകും ആൾക്കാർ. അല്ല, അതുകൊണ്ട് വീണ്ടും ചോദിച്ചോണ്ടാ അത്രയും പറഞ്ഞത്. ഞാൻ ആ വിഷം വേണ്ടാന്ന് പറഞ്ഞു പോവുകയുള്ളൂ. എന്തുകൊണ്ടാണ് ചോദിച്ചോണ്ടാണ് പിന്നെ വിസ്തരിച്ച് പറയേണ്ടി വന്നത്. അല്ല, ഇത് കേൾക്കുന്നവരിങ്ങനെ സൂക്ഷ്മതയോടുകൂടി കേൾക്കുന്നതുകൊണ്ടേ ഇങ്ങനെയുള്ള സംശയങ്ങൾ പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഒരു തെറ്റ് മനസ്സിലാവും. നമ്മുടെ ഈ ഭാഗവത പഠന വേദി അങ്ങനെ ഉദ്ദേശിക്കുന്നത്. വളരെ നന്നായി. ശരി സാർ. ആർക്കേലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. നമസ്തേ. നമസ്തേ സാർ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ.